ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അച്ചസ് ഡിസൈൻ. ഇത് നമ്മൾ ജോർജറ്റിൻ്റെ ഫാബ്രിക്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു നെക്ക് ഡിസൈൻ ആട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ജോർജറ്റിൻ്റെ ഫാബ്രിക്കിൻ്റെ റേറ്റ് വന്നിട്ട് 95 റുപ്പീസാണ് എൻ്റെ ഷോപ്പിൽ. അപ്പോൾ പലയിടത്തും പല റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും. നല്ല ക്വാളിറ്റി ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആട്ടോ, നല്ല ഡാർക്ക് ബ്ലാക്ക് കളറാണ്. ഇത് ആവശ്യമുള്ളവർ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യണം കേട്ടോ. ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. പിന്നെ നമുക്കിവിടെ ആവശ്യമായിട്ടുള്ള ബീഡ്സുകളെന്ന് പറയുന്നത് കട്ട് ബീഡ്സ് വേണം, ഗോൾഡൻ കളറിലെ കട്ട് ബീഡ്സ്. അതേപോലെ തന്നെ നമുക്ക് ഫ്ലാറ്റ് ബീഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, ഒരു റെഡ് കളറിലെ. അപ്പോൾ ഒരു 2 ബീഡ്സുകൾ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് ഈ ഒരു വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പാറ്റേണൊക്കെ എങ്ങനെയാണെന്നൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് എന്ന് പറയുന്നത്, നമുക്ക് യോക്കിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് ഷോൾഡർ ടു യോക്ക് വരെ 14 ഇഞ്ചാണ് വരുന്നത്, ലെങ്ത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. താഴെ കണ്ടോ, വളച്ചാണ്, ഒരു യു ഷേപ്പ് പോലെയാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ വരച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. ഷോൾഡർ ടു യോക്കിൻ്റെ ലെങ്ത് 13 എടുക്കുക. 13 ജസ്റ്റ് പോയിന്റിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആം ഹോളിൻ്റെ തൊട്ട് താഴെ ഒരു 3 ഇഞ്ചോളം താഴേക്ക് എടുക്കുക. 2 സൈഡിൽ ആം ഹോളിൻ്റെ അവിടെ 3 ഇഞ്ചോളം താഴേക്ക് എടുത്തിട്ട് അതിനെ ഒരു യു ഷേപ്പിലാക്കി എടുക്കുക, കണക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷമാണ് നമ്മൾ ഈ ഒരു സ്റ്റെമ്മും ലീഫും ഒക്കെ വരച്ചു കൊടുക്കുന്നത്. ഫസ്റ്റ് നമ്മൾ നെക്കൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, മനസ്സിലായോ? ശേഷം നമ്മൾ സ്റ്റെംസും ലീഫുകളും ഒക്കെ വരച്ചു കൊടുത്തിട്ട് പിന്നെ അതിനകത്ത് കുറേ സ്പ്രെഡ് ചെയ്ത പോലെ ബീഡ്സുകളും നമ്മൾക്ക് വന്നിട്ടുണ്ട് ഈ ഒരു ഡിസൈനകത്ത്. അപ്പോൾ മനസ്സിലായോ ഇങ്ങനെയാണ് അടയാളപ്പെടുത്തേണ്ടതെന്ന്? അപ്പോൾ ഞാൻ മെറ്റീരിയലിലേക്ക് ജസ്റ്റ് നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ആം ഹോളിൻ്റെ അവിടുന്ന് താഴേക്ക് ഒരു 3 ഇഞ്ച് താഴേക്ക് പോയിൻറ്റ് മാർക്ക് ചെയ്ത് കൊടുത്തു 2 സൈഡിലും. അതിനുശേഷം ആ ഒരു ലെങ്ത്, അതായത് ഷോൾഡർ ടു യോക്കിൻ്റെ ലെങ്ത് വരെ ഞാൻ എടുത്തിട്ടുള്ളത് 13 ആണ്. നിങ്ങൾക്ക് 14 എടുക്കാം, 13 എടുക്കാം, 12 എടുക്കാം, എത്ര വേണമെങ്കിലും എടുക്കാം. 14 താഴേക്ക് പോകരുതെന്നേ ഉള്ളൂ. 14 സ്റ്റാൻഡേർഡ് മെഷർമെൻ്റാണ്. അതിനനുസരിച്ചിട്ട് നിങ്ങൾ അതിനുശേഷം സ്റ്റെംസും ലീഫും വരച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ആ ബോർഡർ ലൈനിൻ്റെ താഴേക്ക് ഒരു 3 ലൈൻസും കൂടെ പോയിട്ടുണ്ട്. ബോർഡർ ലൈൻ നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ താഴേക്ക് ഒരു 3 ലൈൻസ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 13 എടുക്കുക എന്ന്. മനസ്സിലായോ? അല്ലെങ്കിൽ നമുക്ക് മെഷർമെൻറ്റിൽ തെറ്റിപ്പോകും. കാരണം സാധാരണ യോക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 14 ആണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് എത്രയാണ്? 13ൻ്റെ താഴേക്ക് ഞാൻ ഒരു 3 ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾക്ക് 14 നമ്മൾ കറക്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 14ൻ്റെ താഴേക്ക് വീണ്ടും പോകും. അപ്പോൾ യോക്കിൻ്റെ ലെങ്ത് നമുക്ക് കുറച്ചും കൂടെ അങ്ങ് നീളത്തിൽ പോകും. അതുകൊണ്ടാണ് 13 ഇവിടെ എടുത്തിട്ടുള്ളത്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്ത ഈ ഒരു ഡിസൈനല്ല, ഏതൊരു ഡിസൈൻ ചെയ്താലും കണക്കിൽ വ്യത്യാസം വരരുത്. കണക്ക് നല്ല കറക്റ്റായിട്ട് തന്നെ വരണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോകും. അപ്പോൾ അതൊക്കെ മെഷർ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മെഷർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി ഞാൻ ആ ബോർഡർ ലൈനിൽ കട്ട് ബീഡ്സാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ ഓരോ കട്ട് ബീഡ്സ് വെച്ചിട്ടും നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് അതിനെ അങ്ങ് ഫില്ല് ചെയ്തങ്ങ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ബോർഡർ ലൈൻ നമ്മൾ ആ യു ഷേപ്പിൽ താഴെ വരച്ചിരിക്കുന്ന ആ ഒരു ഭാഗം കംപ്ലീറ്റ് ബീഡ്സ് വർക്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. നോർമൽ ത്രെഡ് വെച്ചിട്ടാണ് ചെയ്തത്. നോർമൽ ത്രെഡും നോർമൽ നീഡിലുമാണ്. ത്രെഡ് നമ്മുടെ സാധാരണ മെഷീൻ ത്രെഡാണ് കേട്ടോ വന്നിരിക്കുന്നത്. നീഡിൽ നമ്പർ 12 ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 12 സൈസ് എന്ന് പറയുമ്പോൾ എല്ലാ ബീഡ്സുകളും ഈ ഒരു നീഡിലിൽ കയറിപ്പോകും. തീരെ ചെറിയ ഹോളുള്ളത് പോലും നമുക്ക് ഈ ഒരു നീഡിൽ നമ്പർ 12 കയറിപ്പോകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് നോക്കിയിട്ട് വാങ്ങിക്കുക. അപ്പം ഞാൻ അവിടെ ഫസ്റ്റ് ബോർഡർ ലൈൻ കംപ്ലീറ്റ് ആക്കി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം കണ്ടോ, താഴേക്ക് ഞാൻ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഈ ഒരു റെഡ് കളറിലെ ഫ്ലാറ്റ് ബീഡാണ്. അപ്പോൾ ഈ ഒരു ഫ്ലാറ്റ് ബീഡ് ഓരോ ബീഡ്സായിട്ട് നമുക്കൊന്ന് എടുത്തിട്ട് നമ്മളിപ്പം ബീഡ്സ് വർക്ക് നമ്മൾ ചെയ്തല്ലോ, ഗോൾഡൻ ബീഡ്സ്, അതേപോലെ തന്നെ നമുക്ക് ബാക്ക് സ്റ്റിച്ച് ചെയ്ത് തന്നെ കൊടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഭയങ്കര എളുപ്പമാട്ടോ ഇത് ചെയ്തെടുക്കാനായിട്ട്. ഒരു പ്രയാസവുമില്ല. ബിഗിനേഴ്സിന് വളരെ എളുപ്പം ചെയ്യാൻ പറ്റിയൊരു ഡിസൈനാണ്. ഇതിനകത്ത് വലിയ ഡിസൈൻസും കാര്യങ്ങളും ഒന്നും നമുക്ക് ഇതിനകത്ത് വന്നിട്ടില്ല. നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു ഡിസൈനാട്ടോ ഇത്. അപ്പോൾ ഇതേപോലെ നമ്മൾ ഓരോ ഫ്ലാറ്റ് ബീഡും ചെയ്ത് കൊടുക്കുക. ഇനി ഫ്ലാറ്റ് ബീഡ് ഇല്ല എങ്കിൽ എന്താ പറയുക, നോർമൽ ബീഡ്സ് ആയാലും മതി, റൗണ്ട് ബീഡ്സ് ആയാലും മതി. ഈ റെഡ് കളറിൽ തന്നെ വേണമെന്നൊന്നും ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഏത് കളറാണെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
കളറിൽ മാറ്റം വരുത്തിയാലൊന്നും ഒരു കുഴപ്പമില്ല. ഇതേപോലെ തന്നെ ചെയ്യണമെന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് 2, 3, 4 ലൈൻസ് കൊടുത്തിട്ട് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ചെയ്യുമ്പോൾ മെഷർമെൻറ്റ് കണക്കാക്കി കറക്റ്റായിട്ട് ചെയ്യാൻ മാത്രം ശ്രമിക്കുക. ഇപ്പോൾ അതിന് ശേഷം താഴേക്ക് വീണ്ടും ഞാൻ ഒരു ബോർഡർ ലൈനും കൂടെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഗോൾഡൻ ബീഡ്സ് യൂസ് ചെയ്ത് തന്നെ. ഇനി മുകളിലേക്ക് നമ്മൾ സ്റ്റെം വരച്ച് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ സ്റ്റെം ചെയ്യാനായിട്ട് ഞാൻ ആദ്യം എടുത്തിട്ടുള്ള ആ റൗണ്ട് ബീഡ്സ് ഉണ്ടല്ലോ, ആ ഫ്ലാറ്റ് ബീഡ്, അതിൻ്റെ കുറച്ചുകൂടെ സ്മോൾ സൈസാണ് എടുത്തിട്ടുള്ളത്. കാരണം നമുക്ക് സ്റ്റെമ്മിൻ്റെ മുകളിലൊരു ഫ്ലവർ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും വലിയ ബീഡ്സ് ആകുമ്പോൾ ഭയങ്കര വലിയ ഫ്ലവേഴ്സ് ആയിപ്പോവും. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ 2 ബീഡ്സുകൾ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ചെറിയ ബീഡ്സിൻ്റെ കുറച്ചും കൂടി ചെറിയ സൈസായിരുന്നെങ്കിൽ ഒന്നും കൂടി നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷേ എൻ്റെ കയ്യിൽ ആ ഒരു സൈസേ ഉള്ളായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റെമ്മ് നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്തും കൊടുക്കുക. നമ്മൾ ആദ്യം ബോർഡർ ലൈൻ ചെയ്തല്ലോ, അതേപോലെ തന്നെ ആ ഒരു സ്റ്റെം അങ്ങ് കംപ്ലീറ്റ് ആക്കി നമ്മളങ്ങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നോർമൽ നീഡിലിൽ, നോർമൽ ത്രെഡിൽ നമ്മളങ്ങ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബീഡ്സുകളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ലീഫാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ലീഫ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിച്ചോണം, 2 ലീഫും ഒരേപോലെ അല്ല കൊടുത്തിരിക്കുന്നത്. ഒരു ലീഫ് ഒരു സൈഡിലേക്ക് വരച്ചപ്പോൾ അടുത്ത ലീഫ് തൊട്ടിപ്പുറത്തേക്ക് മാറ്റി, അതായത് ലെഫ്റ്റ് സൈഡിലേക്ക് വേറൊരു ലീഫാണ് വരച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ലൈൻസ് പോലെ മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ, ലീഫിൻ്റെ ഷേപ്പിൽ അങ്ങനെ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഈ ഒരു ലീഫ് ചെയ്യുന്ന സമയത്ത് നിങ്ങളിങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഒരു 4 ബീഡ്സ് കൊടുത്തു. അതിന് ശേഷം വീണ്ടും ഒരു 4 ബീഡ്സ് എടുത്തിട്ട് കുറച്ചുകൂടെ മുകളിലേക്ക് നീക്കിയിട്ടാണ് പിൻ ചെയ്ത് കൊടുക്കുന്നത്. വീണ്ടും നമ്മൾ എടുക്കുമ്പോൾ കുറച്ചുകൂടെ മുകളിലേക്ക് ബീഡ്സ് വരത്തക്ക വിധത്തിലാണ് ചെയ്ത് കൊടുക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതേപോലെ തന്നെ താഴത്തെ ലീഫുകളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുക. ആദ്യം ഒരു 4 ബീഡ്സ് ഫിക്സ് ചെയ്തു. തൊട്ട് മുകളിൽ കുറച്ചുകൂടെ മുകളിലേക്ക് നീക്കിയിട്ട് ത്രെഡ് എടുത്തു. ഒരു 4 ബീഡ്സ് ചെയ്തു. അപ്പോൾ മറ്റേതിനൊക്കെ കുറച്ചുകൂടെ ഇറക്കം കുറഞ്ഞിരിക്കും, അല്ലെങ്കിൽ ഇറക്കം കൂടിയതിരിക്കും. മനസ്സിലായോ? അങ്ങനെയാണ് ഈ ഒരു ലീഫ് ചെയ്തത്. അപ്പോൾ അതിന് നമ്മൾ ജസ്റ്റ് ലൈൻ മാത്രം കൊടുത്താൽ മതി. അതുപോലെ ലീഫായിട്ട് അങ്ങ് വരച്ച് കൊടുക്കണമെന്നൊന്നുമില്ല. ഇപ്പോൾ ഞാൻ ലീഫ് കൊടുത്തു, സ്റ്റെമ്മ് കൊടുത്തു, താഴത്തെ ബോർഡർ ലൈൻ കംപ്ലീറ്റ് ആക്കി കൊടുത്തു. ഇനിയിപ്പം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫ്ലവർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ മുകളിൽ ജസ്റ്റ് പോയിൻറ്റ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളായിരുന്നു. ഇപ്പം ഞാൻ ഒരു 4 പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനേക്കാളും ചെറിയ, ഞാൻ പറഞ്ഞല്ലോ ഇതിനേക്കാളും ചെറിയ ബീഡ്സ് ആയിരുന്നുണ്ടെങ്കിൽ എനിക്കൊരു 6 റൗണ്ട്സ് എനിക്ക് ചെയ്യാൻ പറ്റിയേനെ അവിടെ. പക്ഷേ എനിക്കിതിങ്ങനെ നോക്കിയപ്പോൾ ഒരു 5 ഫ്ലവേഴ്സ് മാത്രമേ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ബീഡ് ഫിക്സ് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം അതിന് ചുറ്റിനും റൗണ്ട്സ് ആയിട്ട് നമ്മൾ കുറച്ച് ബീഡ്സുകൾ എടുത്തിട്ടുണ്ട്. അതിനൊന്ന് കറക്റ്റ് ചെയ്ത് നോക്കണം, ഇതുപോലെ റൗണ്ട്സിൽ കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ അത് എത്രയാണോ ബീഡ്സ് വേണ്ടത് അതിനനുസരിച്ചുള്ള അളവ് നിങ്ങൾ എടുക്കുക. അതിനുശേഷം ലോക്കിട്ട് കൊടുത്തു. നമ്മൾ 4 സൈഡിലും ലോക്കിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇനിയിപ്പോൾ അതിന് താഴത്തെ ആ ഒരു ബാക്കിയുള്ള ഫ്ലവേഴ്സൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാൻ പോവാണേ. ഇപ്പം ഞാനിവിടെ ഒരു ബീഡ് ഫിക്സ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം അതിന് ചുറ്റിനും നമ്മൾ ആദ്യം എത്ര അളവാണോ ബീഡ്സ് എടുത്തത് അത്രയും അളവ് ബീഡ്സ് എടുക്കുക. ആദ്യത്തെ ബീഡ്സിനകത്തോട്ട് കയറ്റി നീഡിൽ എടുക്കുക. അപ്പം നമുക്ക് റൗണ്ട് ഷേപ്പിൽ തന്നെ കിട്ടും. പിന്നെ അതിനെ ലോക്കിട്ടൊന്ന് കൊടുക്കുക. കണ്ടോ? അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തത് ചെയ്യുമ്പോഴും അതേപോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുഞ്ഞ് ബീഡ്സ് ആയിരുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ അടുപ്പിച്ചിട്ട് ചെയ്ത് കിട്ടിയാണ്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടു. കാരണം നമുക്ക് കുറച്ച് ഇങ്ങനെ എന്താ പറയുക, അകലത്തിൽ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗി തോന്നിക്കുന്നുണ്ടായിരുന്നു എനിക്ക് തന്നെ ഫീൽ ചെയ്തത്. നിങ്ങളുടെ അഭിപ്രായം പറ കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ എനിക്കിങ്ങനെ ചെയ്തപ്പോൾ ഒരു ഭംഗി തോന്നിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ അടുപ്പിച്ച് ചെയ്യുന്നതിനേക്കാളും കുറച്ച് ഗ്യാപ്പ് കൊടുത്ത് ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേകതയാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. കണ്ടോ? ഒരു ചുറ്റിന് ഒരു 4 ഫ്ലവർ വരത്തക്ക വിധത്തിൽ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇതിനകത്തൊക്കെ എന്താ പറയുക ബീഡ്സുകൾ യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ തിക്കായിട്ട് കൊടുക്കാം. പക്ഷേ അപ്പോഴത്തേനും നമ്മുടെ ഫ്ലവർ അങ്ങ് വലുതായി പോകും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ബാക്കിയുള്ള ഭാഗം എന്താ, നമ്മൾ ബീഡ്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ ഓരോ ബീഡ്സായിട്ട് അങ്ങ് സ്പ്രെഡ് ചെയ്ത് നമ്മളങ്ങ് ആ ഒരു യോക്ക് പോർഷൻ കംപ്ലീറ്റ് ആക്കി എടുക്കുക. അപ്പോൾ ഇത്ര അകലം മതി കേട്ടോ. ഇത്ര അകലത്തിൽ വേണം ബീഡ്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തു, ആദ്യം നമ്മൾ ചെയ്തു നമ്മളുടെ ബോർഡർ ലൈൻ നമ്മൾ 3 ലൈനായിട്ട് ചെയ്തു. അതിനുശേഷം സ്റ്റെം ചെയ്തു, ലീഫ് ചെയ്തു, ഫ്ലവർ ചെയ്തു, പിന്നെ നമ്മൾ ബീഡ്സ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇങ്ങനെയായിട്ടോ വരുന്നത്. അപ്പോൾ ഇതേപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു.